ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ എങ്ങനെ നമുക്ക് കാരിക്കേച്ചർ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമുക്ക് രണ്ട് ടൈപ്പ് കാരിക്കേച്ചർ ആദ്യം പരിചയപ്പെടാം. ആദ്യത്തെ ഈ പിക്ചറിൽ കാണുന്നത് നമ്മുടെ ഫേസിലെ ഐ, നോസ് ഇതിനൊക്കെ ഒരു എക്സാജുറേഷൻ കൊണ്ടുവന്ന് വരച്ചെടുക്കുന്ന കാരിക്കേച്ചറാണ്. ഇതിനെ നമുക്കൊരു കോമിക് ടൈപ്പ് എന്നൊക്കെ പറയാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ വരച്ചു കൊടുക്കുന്ന ഒരു ടൈപ്പാണ്. അത് നമുക്ക് ഫേസിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, ബോഡിയിലും ചേഞ്ചസ് വരുന്നില്ല. ചെയ്യുന്നത് ഇത്ര മാത്രം: ഫേസ് വലുതാക്കി വരക്കുന്നു, ബോഡി ചെറുതാക്കി വരക്കുന്നു. അതാണ് രണ്ടാമത്തെ ഈ ഒരു കാരിക്കേച്ചർ. ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കാരിക്കേച്ചർ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു കാരിക്കേച്ചർ എങ്ങനെ വരച്ചെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കാരിക്കേച്ചർ ചെയ്തെടുക്കാനായി രണ്ട് ആപ്ലിക്കേഷൻ്റെ സഹായമാണ് ഞാൻ തേടുന്നത്. ഒന്ന് ഇൻഫിനിറ്റി ഡിസൈനും മറ്റൊന്ന് പിക്സാർട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നേരെ വരക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ഞാനിവിടെ കാരിക്കേച്ചർ ചെയ്യാനായി ലാലേട്ടൻ്റെ ഒരു പിക്കാണ് എടുത്തിരിക്കുന്നത്. നേരെ പിക്സാർട്ടിലേക്ക് വന്നിട്ട് അതിൽ എഡിറ്റ് ഫോട്ടോ എടുത്ത് ലാലേട്ടൻ്റെ ആ ഒരു പിക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ലാലേട്ടൻ്റെ പിക്ക് തിരിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഞാനൊന്ന് റൊട്ടേറ്റ് എടുത്ത് അതിനെ റൈറ്റ് കൊടുത്തു, അതിനെ റൊട്ടേറ്റ് ചെയ്തെടുത്തു. ഇനി നേരെ ക്രോപ്പിലേക്ക് പോയിട്ട് ക്രോപ്പിൽ നിന്നും ഫേസ് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഫേസ് മാത്രം കട്ട് ചെയ്ത ശേഷം നേരെ കട്ടൗട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഫേസ് മാത്രം ഒന്ന് കട്ടൗട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ടൗട്ട് ചെയ്ത പിക്ക് നേരെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ഇനിയാണ് വര സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ ഇൻഫിനിറ്റി ഡിസൈൻ ഓപ്പൺ ചെയ്യുക. ഇതിൽ ന്യൂ എന്ന ഓപ്ഷൻ കൊടുത്ത് ഒരു പുതിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഞാനിതിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നേരെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ഇമേജ് ഗാലറിയിലേക്ക് പോയി ലാലേട്ടൻ്റെ ആ ഒരു ഫുൾ പിക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു ഫോട്ടോ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ള് ഫില്ല് ചെയ്തിട്ടല്ല, മേലെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ബ്രഷിൻ്റെ താഴെയായി ഒരു സെലക്ഷൻ ഐക്കൺ കാണാം. ആ സെലക്ഷൻ ഐക്കൺ ഞെക്കി അതിൽ സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ആ ഒരു പിക്ക് സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതിൽ നേരെ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ കാണാം, അത് കൊടുക്കുക. അതിൽ നമുക്ക് ഡിസ്റ്റോർട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിക്ചറിനെ നമുക്ക് വലിക്കുവാൻ സാധിക്കും. ഇനി നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ വലിച്ചെടുക്കുക. ഇതൊരു പുതിയൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇത് നോർമലി കാരിക്കേച്ചർ വരക്കുമ്പോൾ നമ്മുടെ ഒരു ബോഡിയുടെ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ ചെറുതാക്കിയിട്ടാണ് വരക്കാറ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഇതിലുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു മോഡലിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോവുകയാണ്. വീണ്ടും ഇപ്പോൾ ഒരു പുതിയ ലെയറിലായിരിക്കണം അത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പിക്സാർട്ടിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച ആ ഒരു പിക്ക് ഇതിലേക്ക് ഇമേജ് എന്ന ഓപ്ഷൻ കൊടുത്ത് ആഡ് ചെയ്യുകയാണ്. ഇങ്ങനെ ആഡ് ചെയ്ത ഈ ഒരു ഫോട്ടോ ഫ്രീ എന്ന ഓപ്ഷൻ, ട്രാൻസ്ഫോമിൽ ഫ്രീ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ആ ഒരു ബോഡിക്ക് മാച്ചാകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതും വലുതാക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഈ ഒരു കാരിക്കേച്ചറിൻ്റെ ഫസ്റ്റ് ലുക്ക് റെഡിയായി. ഇനി ഇതിനെ വരച്ചെടുക്കണം. അതിനായിട്ട് ഇതിനെ രണ്ടും മെർജ് ചെയ്തിട്ട് നേരെ ഗാലറിയിലേക്ക് സേവ് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ഇമേജ് ആയതുകൊണ്ട് നമുക്കിതിൻ്റെ മേലെ വരക്കാൻ കഴിയില്ല. ഇതിനെ JPG ആക്കി ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ഇനി ഇൻഫിനിറ്റി ഡിസൈൻ റീ ഓപ്പൺ ചെയ്ത് അതിൽ ഇമേജ് എന്ന് കൊടുത്ത് ഗാലറിയിൽ പോയി നേരത്തെ നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു പിക്ക് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് ട്രേസ് എന്ന് കൊടുത്തിട്ട് തന്നെ ആഡ് ചെയ്യുക. ഇങ്ങനെ ഈ ആഡ് ചെയ്ത പിക്കിനെ നമ്മൾ നോർമലി ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്ന് വരക്കുന്നത് പോലെ തന്നെ ഫുള്ളായി വരച്ചെടുക്കുക. ആദ്യം തന്നെ ഞാൻ ഔട്ട്ലൈൻ ഇടുകയാണ്. അങ്ങനെ ഞാൻ ഫേസിലെ ഔട്ട്ലൈൻ മാത്രം ഇട്ടിട്ടുണ്ട്. ഇനി ഐയിലെ സർക്കിൾ സെറ്റ് ചെയ്യാണ്. ഇനി ബാക്കി ഡ്രസ്സിലെ ഷെയ്ഡിങ്ങും അതുപോലെ ഫേസിലെ ഷെയ്ഡിങ്ങും ചെയ്ത് കൊടുക്കുകയാണ്.